ഹായ് ഫ്രണ്ട്സ്, ഷിഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ. നമുക്കിത് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലം ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഉള്ളിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റും പുറം ഭാഗം ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നമുക്കിതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ മധുരം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാലായിട്ടും കഴിക്കാം. അതുപോലെ ചിക്കൻ സ്റ്റൂ മട്ടൻ സ്റ്റൂ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഒരു 2 കപ്പ് പച്ചരിയാണ്. അതൊന്ന് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ട് നമുക്കൊരു 5 മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് പൊതിർത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അരി നമ്മൾ 5 മണിക്കൂറൊന്ന് പൊതിർത്തിയെടുത്തതാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് അരി അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ടി തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങ എടുത്ത് അതേ അളവിൽ തന്നെ ഒരു കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ദോശമാവിനൊക്കെ അരച്ചെടുക്കൂലേ, അതേ രീതിയിലൊന്ന് അരച്ചെടുക്കുക. മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് കൈയൊന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഓവർനൈറ്റ് വെച്ച മാവ് ഇതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളത് ഇതുപോലെ പൊന്തിയിട്ടില്ല, നമ്മളിതിൽ സോഡപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അതുപോലെ പൊന്തി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് സോഡപ്പൊടി ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇനോ അറിയും നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് ചേർത്താൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മളിത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഇതുപോലെ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇനി മാവ് നമുക്ക് ഈ കുഴിയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അതുപോലെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തവിയുടെ അടിഭാഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ആ അപ്പത്തിൻ്റെ ചുറ്റുഭാഗം ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ആ ഭാഗം നമുക്ക് ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് മാവ് മുഴുവനായിട്ട് ഒഴിക്കണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അകവും പുറവും ഒരുപോലെ ഒന്ന് വെന്ത് കിട്ടാനാണ്. ഇനി നമുക്ക് മൂടിയൊന്ന് തുറന്ന് വെക്കാം. നമ്മുടെ ആ സൈഡൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ടുണ്ട്. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഓരോന്നും ഇതുപോലെ ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. നമ്മുടെ മാവ് മുഴുവൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സോഫ്റ്റും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും കഴിക്കുമ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് വേണം അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.